Hi everyone, hope you guys remember us from the last video. ഞങ്ങളുടെ സക്സസ്ഫുൾ ഡെലിവറി കഴിഞ്ഞു. It was a wonderful experience being with Caritas Mata. Being a first time parent, ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. My wife also went through a lot of things that she'd like to share. അപ്പം I let her speak. എനിക്കിവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഫിയർ ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് ലേബർ ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി എനിക്ക് നല്ല മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ചേച്ചി നമുക്ക് എപ്പോഴും ഭയങ്കര സപ്പോർട്ട് തരുന്നതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഒരു ഫിയർലെസ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അഡ്മിഷന് വരുന്നു. അഡ്മിഷന് വന്നപ്പം എനിക്ക് അന്നത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് നമ്മുടെ വത്സ മേഡം ആയിരുന്നു. വത്സ മേഡത്തോട് എനിക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ സംസാരത്തിൽ നിന്ന് വത്സ മേഡത്തിന് എനിക്ക് ഭയങ്കര പേടിയുണ്ടെന്നും ഞാൻ ഭയങ്കര ടെൻഷനാണെന്നും ഒക്കെ മനസ്സിലാക്കിയിട്ട് മേഡം അവിടുത്തെ നഴ്സിംഗ് ഇൻചാർജിനോട് അത് പ്രത്യേകം സൂചിപ്പിക്കുകയും അവിടുന്ന് ഒബ്സർവേഷൻ റൂമിൽ എല്ലാവരും എനിക്ക് എക്സ്ട്രാ കെയർ തന്നിട്ടുണ്ട്. ഇൻക്ലൂഡിങ് വത്സ മേഡം 24 hours ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. അന്ന് മേഡം പോകുന്നിടം വരെ എനിക്ക് എക്സ്ട്രാ കെയർ തന്നിട്ടുണ്ട്. നഴ്സിംഗ് ഇൻചാർജ് ആക്ച്വലി എൻ്റെ മേഡത്തിൻ്റെ പേര് എനിക്കറിയില്ല. അവിടുത്തെ മേഡം അവിടുത്തെ ഓരോ നേഴ്സസും എനിക്ക് എക്സ്ട്രാ കെയർ തന്നിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഡേ ഇൻഡക്ഷൻ്റെ ദിവസമാണെങ്കിലും രാവിലെ നമുക്ക് മെഡിസിൻ തരുന്നു. എനിക്ക് പെയിൻ വന്നില്ല. ദെൻ സെക്കൻഡ് ഡോസ് തരുന്നു. അപ്പോഴും കാര്യമായിട്ട് പ്രോഗ്രസ് ഇല്ല. അതിനിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ഡോക്ടർ ഒ പിയിലാണ്. ഡോക്ടർ ജി ഒ പിയിലാണെങ്കിലും ആ ടൈമിൽ തന്നെ സാർ 2 പ്രാവശ്യം എന്തോ വന്നിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഉച്ചയായിട്ടും പെയിൻ ഇല്ല എന്ന് പറയണു. എന്നിട്ടും ഡോക്ടർ വന്നിട്ട് പെയിൻ ഇല്ല, നമുക്ക് നാളത്തേന് മാറ്റി വയ്ക്കാമെന്നൊക്കെ വിചാരിച്ച് ഡോക്ടർ വന്നു. എനിക്കറിയില്ല ഡോക്ടറിന് എങ്ങനെ ഈ സമയം കിട്ടുന്നതെന്ന്. ഒ പിൻ്റെ ഇടയ്ക്ക് നിന്ന് ഡോക്ടർ വരുന്നുണ്ട്, നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് എനിക്ക് വാട്ടർ ബ്രേക്കേജ് ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ എന്നെ നേരെ സ്യൂട്ടിലേക്കായിരുന്നു മാറ്റുന്നത്. നമ്മൾ ഓൾറെഡി സ്യൂട്ടായിരുന്നു ചൂസ് ചെയ്തിരുന്നത്. അതിനിടയ്ക്ക് ഡോക്ടർ വിളിച്ചു, നമുക്ക് സ്യൂട്ടിലേക്ക് എന്നാൽ മാറിയേക്കാം, ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ എന്നെ സ്യൂട്ടിലേക്ക് മാറ്റി അവിടുന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ അവിടെ വന്നിട്ടും അവിടെ ഉണ്ടായിരുന്നു. എനിക്കറിയില്ല, എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളിൽ നിന്ന് എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ടാണ് ഇവിടുത്തെ ഓരോ സ്റ്റാഫും. അത് സീനിയർ നേഴ്സസ് തൊട്ട് ജൂനിയർ നേഴ്സസ് വരെ ഭയങ്കര കംഫർട്ടായിട്ട്. അത് ഓരോ ഡോക്ടേഴ്സും ആയിക്കോട്ടെ, ഡോക്ടർ റെജി ആയിക്കോട്ടെ, ഡോക്ടർ വത്സ മേഡം ആയിക്കോട്ടെ, വിഞ്ചു മേഡം ആയിക്കോട്ടെ, ആരാണെങ്കിലും അതെ, ഷെറിൻ മേഡം, എല്ലാവരും ഭയങ്കര കെയർ തന്നിട്ട് നല്ല രീതിയിൽ തന്നെ. അതുകൊണ്ട് എനിക്ക് നെക്സ്റ്റ് ഇനി ഒരു ഡെലിവറി വന്നാലും എനിക്ക് പേടിയില്ല. ആക്ച്വലി ഞാൻ റെഡിയാണ് നെക്സ്റ്റ് ഡെലിവറിക്കും. പിന്നെ സ്യൂട്ടിലാണെങ്കിലും ഹസ്ബൻഡ് കൂടെ ഉള്ളതുകൊണ്ട് അതും എനിക്കൊരു ഭയങ്കര സപ്പോർട്ടായിരുന്നു. എനിക്ക് ആക്ച്വലി തന്നെ കയറാൻ പേടിയുള്ളത് കൊണ്ടാണ് സ്യൂട്ട് വേണം തന്നെ തീരുമാനിച്ചത്. അപ്പോൾ ആൾ കൂടെ ഉള്ളതുകൊണ്ട് ആൾ ഭയങ്കര മോട്ടിവേഷൻ തന്നു. പിന്നെ നമുക്ക് എപ്പോഴും ഒരു ആളടുത്തുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം, പ്ലസ് നമുക്ക് വേണ്ടപ്പെട്ടവരടുത്തുണ്ട്. പിന്നെ ഇവിടുത്തെ നേഴ്സ് എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മളോട്. നമ്മുടെ വീട്ടിലെ ഒരാൾ, ഇപ്പം നമ്മുടെ അമ്മ കെയർ ചെയ്യുന്ന പോലെ തന്നെ എന്നെ ഓരോ നേഴ്സും കെയർ ചെയ്തിട്ടുള്ളതും എല്ലാവരും നല്ല രീതിയിൽ തന്നെ നമ്മുടെ അടുത്ത് കെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ ഡോക്ടേഴ്സിനും ഭയങ്കര എൻ്റെ ഒരു ഭയങ്കരമായിട്ട് ഞാൻ നന്ദി പറയുന്നുണ്ട്. നഴ്സുമാരോടാണെങ്കിലും ഡോക്ടേഴ്സിനോട് എല്ലാവരോടും അതെ, ഭയങ്കര നന്ദി. പിന്നെ ഇനിയാണെങ്കിലും ഇവിടെ ഡെലിവറിക്ക് വരുന്നവരോട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സ്യൂട്ട് തന്നെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഫിയർ നമ്മുടെ മാറിക്കിട്ടും. നമുക്ക് 1 പകരം 3 4 പ്രസവിക്കാനുള്ള ഒരു മോട്ടിവേഷനും ആവുമെന്നാണ് എൻ്റെ ഒരു സജഷൻ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഫസ്റ്റ് മമ്മായ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണിത്. ഹായ് ഓൾ, നിങ്ങൾ അഞ്ജുവിൻ്റെ അരുണിൻ്റെ എക്സ്പീരിയൻസ് കേട്ടിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഷ്യൻ്റായിട്ടാണ് ആദ്യമേ എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഇവരിങ്ങനെ ഒത്തിരി സംശയങ്ങളൊക്കെ ഡെലിവറി പ്രഗ്നൻസിയുടെ പേരിൽ ചോദിക്കുക. അപ്പോൾ ഞാൻ കുറേ വീഡിയോസൊക്കെ അവരെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 3 റിലീസ് ചെയ്തു. അപ്പോൾ അതിനു മുമ്പേ കൊച്ചിയും കൊണ്ട് പോകുന്നു. അപ്പോൾ അന്നേ ചെക്കപ്പിൻ്റെ സമയത്ത് അവർക്ക് സൂട്ട് വേണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം അന്ന് തന്നെ അവരെന്നോട് പറഞ്ഞിരുന്നു വീഡിയോ എടുക്കണം. പിന്നെ സൂട്ട് ആയിക്കഴിഞ്ഞാൽ സൂട്ട് ഡെലിവറി ആയിക്കഴിഞ്ഞാൽ അവരെ എക്സ്പീരിയൻസ് സാറ് വന്നിട്ട് വീഡിയോ എടുപ്പിക്കണം. അപ്പോൾ ഞാനതൊരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സൺഡേ ആണ്. ഇപ്പം ഇന്ന് വേറെ തിരക്കുകളൊന്നും ഇല്ലാതെ കാരണം അവർ റെഡിയായിരുന്നു. പിന്നെ അവർ വിളിച്ച വീഡിയോക്കെല്ലാം വരും കേട്ടോ. വേറെ ബുദ്ധിമുട്ടുകളൊന്നും മാറ്റി വെക്കാതെ തന്നെ ഇതിലൊന്ന് സംസാരിച്ചു. അപ്പം താങ്ക് യു എൻ്റെ അടുത്ത് വന്ന് ഡെലിവറി ആയതിനും കാരിത്താസ് മാതയ്ക്ക് വേണ്ടി നിങ്ങൾ ഈ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാനും താങ്ക് യു സോ മച്ച്. ഇനിയും വരണം, ഇനിയും ഫ്രണ്ട്സിനൊക്കെ വിടണം. താങ്ക് യു. Sure. Thank you so much.